ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അത് എങ്ങനെ ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് വറക്കാത്ത റവയാണ്. നിങ്ങൾക്ക് വറുത്തതാന്നേലും ജസ്റ്റ് ഒന്നിങ്ങനെ ചൂടാക്കി എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എത്രയും വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾ എടുക്കുക. ഞാനിവിടെ ഇപ്പം 1.5 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ അതെടുക്കാം. ഞാൻ അതിലോട്ട് സ്വല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്, ഈ റവയ്ക്ക് ആവശ്യമായ ഉപ്പ്. അപ്പോൾ 1 കപ്പ് റവയാണെങ്കിൽ ഞാനൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ടിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് തീ ഒന്ന് കുറച്ച്, നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കത്തില്ലേ അതുപോലെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഈ വെള്ളത്തിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളം ഒന്ന് വറ്റുമ്പോൾ നമ്മളതൊന്ന് അടച്ചു കൊടുത്ത് തീ ഏറ്റവും കുറച്ചൊന്ന് വെച്ചേരെ ഇച്ചിരി നേരം ഒന്ന് അടച്ച് വയ്ക്കാം. ഇച്ചിരി നേരം ഇത് ഇങ്ങനെ അടച്ച് വെച്ചു. വെള്ളമൊക്കെ നന്നായി വറ്റി. ഇത് നന്നായി ഒന്നുകൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം അതവിടെ ഇരിക്കട്ടെ. നമുക്കിതൊന്ന് തണുത്ത് കിട്ടണം. ഞാനിത് അടച്ചിവിടെ നിന്ന് മാറ്റി വെക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു മസാല തയ്യാറാക്കണം. അതിനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എന്തൊക്കെ നമ്മൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇതിൽ ചേർക്കും. എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതെല്ലാം ചേർക്കാം. ക്യാബേജ്, ബീൻസ്, മട്ടർ എല്ലാം ചേർക്കാം. എൻ്റെ കയ്യിൽ ഇപ്പം ക്യാരറ്റും ഞാൻ സവാളയും മാത്രമേ ചേർക്കുന്നുള്ളൂ. അതേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ക്യാപ്സിക്കോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ചേർക്കാം. എത്രയും വെജിറ്റബിൾസ് ചേർക്കുന്നു അത്രയും നമുക്ക് നല്ലതാണ്. ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് 1 തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വന്നോണ്ടേ ഞാനൊരു വലിയ സവാള അരിയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് അരിയണേ. അപ്പോൾ ക്യാരറ്റും ഞാനിങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞേക്കുന്നത്. ഒന്നീ ചോപ്പ് ചെയ്ത് ചേർക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ പൊടിയായിട്ട് അരിയാം. അപ്പം ബാക്കിയുള്ള വെജിറ്റബിൾസും കാബേജ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം ഇപ്പം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അന്നേരം കുറേയും കൂടെ ടേസ്റ്റും ഹെൽത്തി ആയിരിക്കും. അതിലേക്കൊരു ഇച്ചിരി ഉപ്പും ചേർത്തിട്ടുണ്ട്. സ്വല്പം 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്തിട്ട് ഈ വെജിറ്റബിൾസ് എല്ലാം സവാളയും ക്യാരറ്റും എല്ലാം ഒന്ന് വഴട്ടിയെടുക്കാം നമുക്ക്. ഇതെല്ലാം ഇപ്പോൾ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് വഴരണ്ട, ഇച്ചിരി പച്ചപ്പിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇതിലേക്ക് ഇനിയും കുറച്ച് പൊടികൾ ചേർക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ നമ്മുടെ ഗരം മസാല, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നമുക്ക് ഇതിൻ്റെ ഈ മസാലയുടെയൊക്കെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതൊന്ന് ഇച്ചിരി നേരം ഒന്ന് ചെറിയ തീയിലൊന്ന് അടച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ആ മസാലയൊക്കെ നന്നായി ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇവിടെ ഇതിപ്പം ഈ റവ നമ്മുടെ തണുത്തിട്ടുണ്ട്. അതിലേക്കൊരു ഇച്ചിരി ഓയിലൂടെ ചേർത്ത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ അതൊന്ന് കുഴച്ചിട്ട് നമുക്ക് കുഞ്ഞു ബോളുകളാക്കണം. ഇതിപ്പോൾ ഇച്ചിരി ചൂടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സ്പൂണ് കൊണ്ടാക്കിയത്. നന്നായി തണുത്തതിന് ശേഷം നമുക്ക് ഉരുളകൾ ഉണ്ടാക്കാം. എത്രയും ചെറിയ ഉരുള ഉണ്ടാക്കുന്നോ അത്രയും നല്ലതാണ്. അപ്പോൾ കയ്യിലൊട്ടുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പാത്രത്തിൽ ഇച്ചിരി ഓയിൽ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കയ്യിൽ ഇച്ചിരി ഓയിൽ പുരട്ടിയിട്ട് ഇതുപോലെ നമുക്ക് ഉരുട്ടിയിട്ട്, നിങ്ങളുടെ കയ്യിൽ സ്റ്റീമർ ഉണ്ടെങ്കിൽ നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇഡലി പാത്രത്തിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചിട്ട് ഇഡലി തട്ടിൻ്റെ അകത്താണ് ഇത് വെക്കുന്നത്. അപ്പോൾ ആ ഇഡലി തട്ടിൻ്റെ കുഴികളിൽ ഇത്തിരി ഓയിൽ തേച്ചിട്ടാണ് ഇതിങ്ങനെ വെക്കുന്നത്. അപ്പോൾ നമുക്ക് അത് ഒട്ടി പിടിക്കാതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പം ഞാനെല്ലാം ഇങ്ങനെ ഈ ഇഡലി പാത്രത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്കൊരു 5-10 ഓൾറെഡി നമ്മൾ വെള്ളം ഒഴിച്ച് കുഴച്ചതായതുകൊണ്ട് അത് ഇത്തിരി വെന്തിട്ടുണ്ട്. ഇനി ഒരു 5-6 മിനിറ്റ് ഒന്ന് സ്റ്റീം കയറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇതിൽ ഞാൻ ഒരു 5-6 മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്തു. എന്നിട്ട് ഇച്ചിരി നേരം ഞാൻ ആ അടപ്പൊന്ന് തുറന്ന് വെച്ചേ. കാരണം നമ്മളിങ്ങനെ അടച്ച് വെക്കുമ്പോൾ ഇച്ചിരി ആവിയൊക്കെ നീരാവിയൊക്കെ കാണുമല്ലേ, ഇച്ചിരി ഒന്ന് തുറന്ന് വെച്ച് അതൊന്ന് ആ ആവിയൊക്കെ പോയതിന് ശേഷം ഇതുപോലെ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ഇതൊന്ന് കോരിയെടുക്കാം. നിങ്ങൾക്കിപ്പം ഇങ്ങനെ മസാല ചേർത്ത് വേണ്ട എങ്കിൽ മധുരമായിട്ടാണെങ്കിൽ ഇതുപോലെ ഉരുളകൾ ഉരുട്ടി ഇങ്ങനെ ഇതുപോലെ ചെയ്തിട്ട് ലാസ്റ്റിൽ ശർക്കര വെള്ളത്തിൽ ഇതിങ്ങനെ ഈ ബോളുകളിട്ട് നല്ല മധുരമായിട്ടും എടുക്കാം. അങ്ങനെയും ചെയ്യാം. ഇപ്പം ഞാൻ ഇച്ചിരി ഇങ്ങനെ മസാലയൊക്കെ ചേർത്ത് വെജിറ്റബിൾസൊക്കെ ചേർക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ഹെൽത്തി ആവും. ഈ വെജിറ്റബിൾസ് കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുന്ന ഉടനെ അവർക്കതൊന്ന് ഇഷ്ടമാവും. അപ്പം ഞാൻ ഇതിലേക്ക് നമ്മുടെ ഈ മസാലയിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ടൊമാറ്റോ സോസ്, എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ വേവിച്ചെടുത്ത നമ്മുടെ ഈ റവ ബോൾസ് ഉണ്ടല്ലേ ഇതിലിട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിൽ നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് ചേർക്കാം, അന്നേരം കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് കിട്ടും.
അപ്പോൾ ഇതിലേക്ക് ഞാൻ ആ റവ ബോൾസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ പ്രയോജനമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണം, നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ ഉള്ളത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേരെ. എന്നിട്ട് ബെല്ലൈക്ക് ബട്ടണൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.